ഇവിടെ നേരത്തെ LDF സർക്കാർ പ്രഖ്യാപിച്ചൊരു കാര്യം, നമ്മുടെ നാട്ടിലെ പഴങ്ങളിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും മറ്റും മദ്യമുണ്ടാക്കാൻ ചെറുകിട മേഖലയെ അനുവദിക്കുന്നതായിരുന്നു. അതായിരുന്നു കഴിഞ്ഞ ബജറ്റിലെ ഒരു സമീപനം. അത് കാർഷിക രംഗത്ത് വലിയ തോതിൽ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്, കൃഷിക്കാർക്ക് ഉപകാരപ്രദമാകുന്നൊരു കാര്യമാണ്. പക്ഷേ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞതായിട്ട് കാണുന്നില്ല. അത് മാറ്റി വൻകിട മദ്യ കമ്പനികൾക്ക് വീര്യം കുറഞ്ഞ മദ്യം വലിയ തോതിൽ നിർമ്മിക്കാനുള്ള അവസരം ഈ പുതിയ ബജറ്റ് തുറന്നു കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു സംശയം ഇപ്പോൾ ഉയരുകയാണ്. നേരത്തെ കൃഷിക്കാരെയും ചെറുകിട വ്യവസായ മേഖലയും പ്രോത്സാഹിപ്പിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതിനു പകരം വൻകിട കോർപ്പറേറ്റ് താൽപര്യം ഇവിടെ ഉയർന്നു വരുന്നുവെന്നാണ് കാണേണ്ടത്. നമ്മുടെ ബജറ്റിന്റെ മാത്രമല്ല, നേരത്തെ അവതരിപ്പിച്ച ധവളപത്രത്തിന്റെയും പ്രധാനപ്പെട്ട ഊന്നൽ സ്വകാര്യ മേഖലയ്ക്ക് നല്ല അവസരം കൊടുക്കലായിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ അവതരിപ്പിച്ച UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിലും കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ഒഡീഷ, ആന്ധ്ര, കേരള ഈ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ച് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ച റെയർ എർത്ത് ഇടനാഴി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച് ആ ആശയത്തെ അതേപടി ഇപ്പോ UDF സർക്കാർ ഉൾക്കൊണ്ടു എന്ന് വേണം കണക്കാക്കാൻ. അതാണ് ഈ ബജറ്റിൽ കാണാൻ കഴിയുന്നത്. മൈനർ ധാതുക്കളുടെ ഖനനം അതടക്കമുള്ള കാര്യങ്ങൾ എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയം. അതുതന്നെയാണ് ഇപ്പോ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച റെയർ എർത്ത് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ വഴി UDF സർക്കാരും പിന്തുടരുന്നത്. എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ LDF സർക്കാർ മുന്നോട്ട് വെച്ചത് ഇതായിരുന്നില്ല. പൊതുമേഖല അധിഷ്ഠിതമായ റെയർ എർത്ത് ഇടനാഴി എന്ന ആശയമാണ് LDF സർക്കാർ മുന്നോട്ട് വെച്ചത്. അത് അട്ടിമറിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ആശയം അംഗീകരിച്ച് സ്വകാര്യവൽക്കരണത്തിനുള്ള നീക്കം ഈ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ച മിഷൻ സമുദ്രയുമുണ്ട്. അതും ഇതിന്റെ ഭാഗമായി തന്നെ കാണേണ്ടതാണ്. കേരള മാരിടൈം പോളിസി വഴി കേരളത്തിന്റെ തീരത്തെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാനുള്ള ഗൂഢലക്ഷ്യമാണോ ഉള്ളത് എന്ന ആശങ്ക സ്വാഭാവികമായും ഉയർന്നു വരും. സദേൺ കേരള എക്കണോമിക് കോറിഡോറിന്റെ പിന്നിലെ അജണ്ടയും ഇതായിട്ട് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഫിഷറീസ് സബ് പ്ലാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ തീരദേശവാസികളുടെ കണ്ണിൽ പൊടിയിട്ട് മറ്റ് അജണ്ടകൾ നേരത്തെ പറഞ്ഞ തരത്തിൽ
നടപ്പിലാക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് സംശയിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ്. ഇത് അതീവ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. സ്വകാര്യ കുത്തകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെന്റ് നയം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഭൂപരിഷ്കരണം 2.0 എന്ന ബജറ്റ് പ്രഖ്യാപനം ഒരു മറയുമില്ലാതെ ഈ കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലുള്ള സ്വകാര്യ കുത്തകകൾക്കടക്കം പല കാര്യങ്ങൾക്കും പ്രതിബന്ധം സൃഷ്ടിക്കുന്ന ഭൂപരിഷ്കരണ നിയമം, ആ നിയമമാകെ പൊളിച്ചെഴുതുക, അതിന്റെ പിന്നിലെ രാഷ്ട്രീയം വ്യക്തമാണ്. ഇവിടെ അത് കേരളത്തിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒന്നായിരിക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ തന്നെ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട് നേടിയിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങൾ, അതിൻ്റെയെല്ലാം യഥാർത്ഥ അടിസ്ഥാനം നാം നമ്മുടെ നാട് പാസാക്കിയ ഭൂപരിഷ്കരണ നിയമമാണ് എന്നത് എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇവിടെ ബജറ്റിൽ ഇപ്പോ ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതും സ്വകാര്യവൽക്കരണത്തിന്റെ യുക്തിയാണോ പിൻപറ്റുന്നത് എന്ന് ശങ്കിക്കേണ്ടതായിട്ടുണ്ട്. ആശുപത്രികൾ, ഫാർമ മേഖലയിൽ സ്വകാര്യ കമ്പനികൾ, ഇവരെയൊക്കെ മാടി വിളിക്കുന്ന നയമാണ് ബജറ്റിലുള്ളത്. നാം നമ്മുടെ കേരളത്തിൽ കാണുന്നൊരു വസ്തുതയുണ്ട്. അത് ചില അന്താരാഷ്ട്ര ഭീമന്മാർ, KKR പോലെ, ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള വൻകിട കമ്പനികൾ, ബഹുരാഷ്ട്ര കുത്തകകൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ കൈയടക്കാൻ നടത്തുന്ന ശ്രമമാണ്. അത് നേരത്തെ തന്നെ കേരളീയ സമൂഹം ശ്രദ്ധിച്ച കാര്യമാണ്. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അവർക്കെല്ലാം പച്ചക്കൊടി കാണിക്കുന്ന ഒരു സമീപനം ഈ ബജറ്റിലൂടെ വരികയാണ്. സർക്കാർ ആശുപത്രികളെ ശാക്തീകരിക്കുന്ന പ്രഖ്യാപനമൊന്നും ഈ ബജറ്റിന്റെ ഭാഗമായി കാണാൻ പറ്റിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ഗവൺമെന്റ് പ്ലാനിംഗ് കമ്മീഷൻ പണ്ടേ നിർത്തലാക്കി. അവര് പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കുക മാത്രമല്ല, നീതി ആയോഗ് അതിന് പകരം സംഘടിപ്പിച്ചു. ഇപ്പോ അതേ വഴിയിലേക്ക് നമ്മുടെ സംസ്ഥാനവും നീങ്ങാനാണോ ഉദ്ദേശിക്കുന്നത് എന്നത് ശങ്കിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോ പ്ലാനിംഗ് ബോർഡ് പുനഃസംഘടിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു തിങ്ക് ടാങ്കായി പ്ലാനിംഗ് ബോർഡിനെ മാറ്റുക എന്നതാണ് വ്യക്തമായി നമ്മുടെ ബജറ്റിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യം. ഇത് കൃത്യമായ കേന്ദ്ര നയമാണ്. ഒരു മറയുമില്ലാതെ അത് അംഗീകരിക്കുന്ന നിലയിലേക്ക് പ്ലാനിംഗ് കമ്മീഷനെ മാറ്റി നീതി ആയോഗിനെ ആക്കിയതുപോലെ ഇവിടെ ആ ആശയം സ്വീകരിച്ച് ഒരു തിങ്ക് ടാങ്ക് ആക്കി നമ്മുടെ പ്ലാനിംഗ് ബോർഡിനെ മാറ്റുന്നു എന്നാണ് കാണേണ്ടത്.